എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന, കുറച്ച് സമയത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറിയാണ് ഞാൻ ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ തിരുവാതിരയൊക്കെ കഴിഞ്ഞു, പുഴുക്കൊക്കെ ഞാൻ ഉണ്ടാക്കി കാണിച്ചു. അതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇത് നമുക്ക് പച്ചക്കറി ഒന്നും വേണ്ട, കുറച്ച് മുളക്, അധികം എരിവില്ലാത്ത പച്ചമുളക് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. പിന്നെ കുറച്ച് തൈര് വേണം. ഇത്രയും മാത്രം മതി. ഇതിൽ തേങ്ങയൊന്നും അരച്ച് ചേർക്കുന്നില്ല. വളരെ പെട്ടെന്ന് ഈസി ആയിട്ട്, ഇപ്പം രാവിലെ നമുക്ക് ചോറൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഒഴിച്ചുകറി. വളരെ ഈസിയാണ്, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം, വരൂ. ഇവിടെ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഉണ്ടമുളകാണ്. നീളത്തിലുള്ള മുളകായാലും കുഴപ്പമൊന്നുമില്ല. അധികം എരിവില്ലാത്തത് നോക്കിയാണ് ഞാൻ ഇങ്ങനത്തെ മുളക് എടുത്തിരിക്കുന്നത്. ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊന്ന് ചെറുതായിട്ട് നമുക്ക് കീറണം. കത്തി ഉപയോഗിച്ചൊന്ന് കീറിക്കൊടുക്കണം. അതായത് ഓരോ മുളകും എടുത്തിട്ട് അതിൻ്റെ നെടുകെ ഇങ്ങനെ കത്തി ഉപയോഗിച്ചിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കണം. നമ്മളെടുത്ത 5 മുളക് ഇതുപോലെ കീറി വയ്ക്കുക. ഇനി നമുക്കൊരു ചീനച്ചട്ടി എടുക്കുക. ഇത് ഇൻഡാലിയത്തിൻ്റെ ചീനച്ചട്ടിയാണ്. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കണം. അതിനുശേഷം നമ്മൾ കീറി വെച്ചിരിക്കുന്ന മുളകുണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുക്കുക എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒന്ന് വാടി വരണം. അത് പച്ച നിറമൊക്കെ പോയിട്ടൊന്ന് വാടിയ ഒരു നിറത്തിൽ വരുമ്പോൾ അത് കറക്റ്റായിട്ട് നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം. കണ്ടോ, ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ഇങ്ങനെ ഒരു ലൈറ്റ്, ആ പച്ച നിറം ഒന്ന് ലൈറ്റ് കളറായിട്ടൊന്ന് ആയിട്ട് വരും. കണ്ടോ, ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വരും. ഫ്രൈ ഒന്നും ആക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് അതിൻ്റെ ഒന്ന് വാടി വന്നാൽ മതി. ഇപ്പോൾ ഇവിടെ പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് അപ്പോൾ ചിലപ്പോൾ ഈ വെളിച്ചെണ്ണയിലേക്ക് ഇതിൻ്റെ അരിയൊക്കെ കുറച്ച് വീണിട്ടൊക്കെ ഉണ്ടാവും. അതൊന്നും കുഴപ്പമില്ല, അത് അതിൽ തന്നെ കിടന്നോട്ടെ. നമുക്കിനി ഇത് താളിക്കാനുള്ള, അതായത് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് വറ്റൽമുളക്, 2 ചുമന്ന മുളകാണ് ഞാനിവിടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇട്ട് കൊടുത്തിരിക്കുന്ന കറിവേപ്പില, ഇതും കൂടി ഇട്ട് നമുക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, വലിയ അധികം ഒരു 1/4 ടീസ്പൂൺ പോലും വേണ്ട, അതിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഈ നമ്മൾ കട്ടയൊക്കെ മാറ്റി വെച്ചിരിക്കുന്ന തൈര് ഇതിലേക്ക്, ഉടച്ചു വെച്ചിരിക്കുന്ന തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഒരു ചെറിയ മഞ്ഞ കളറേ ഉണ്ടാവുള്ളൂ ഇതിന്. പിന്നെ തൈര് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ചട്ടിയുടെ ചൂട് മാത്രം മതി. സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കണം. അതിനുശേഷം നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല, ആവശ്യത്തിന് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇത് ഞാൻ ഉണ്ടാക്കിയപ്പോൾ തന്നെ ഒന്ന് കൂട്ടി നോക്കിയിട്ടോ. അപ്പോൾ അതിനേക്കാട്ടിയും നല്ലത് നമ്മളത് വെച്ചിരുന്നിട്ട് പിറ്റേ ദിവസം കഴിക്കാനാണ്. അപ്പോൾ ഈ മുളകിനകത്ത് ഈ തൈരൊക്കെ കിടന്ന് പിടിച്ചിട്ട് നല്ലൊരു സോഫ്റ്റ് ആവുകയും ചെയ്യും. നമ്മൾ അതങ്ങ് ഉടച്ച് ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. അങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അധികം സമയം വേണ്ട, ഒരു 5 മിനിറ്റ് പോലും വേണ്ട, അത്ര പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ലഞ്ചിന് ഞാൻ ഇതാണ് ഒഴിച്ചുകറിയായിട്ട് എടുത്തത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ബാക്കി ഞാൻ വെച്ചിരിക്കുകയാണ്. ഇതിന് മുമ്പ് ഉണ്ടാക്കിയപ്പോൾ പിറ്റേ ദിവസം കൂട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മൾ ഉണ്ടാക്കി അപ്പം തന്നെ കഴിക്കുന്നതിനെക്കാട്ടിയും നല്ല ടേസ്റ്റാണ്. ഒരല്പം ഉലുവയുടെയും കായത്തിൻ്റെയും പൊടി കൂടി ഒരു 1/4 ടീസ്പൂൺ വെച്ച് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഇതിൽ റെക്കോർഡായി വന്നിട്ടില്ല കേട്ടോ.
പച്ചമുളക് ഉപയോഗിച്ചിട്ടുള്ള എൻ്റെ ഈ ഒഴിച്ചുകറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.